പക്ഷേ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിയെ അതിരൂക്ഷമായി വിമർശിക്കുന്ന PC ചാക്കോയുടെ ശബ്ദരേഖ പുറത്തുവന്നതോടെ NCP അധ്യക്ഷൻ CPIMന് വീണ്ടും കണ്ണുകടിയായി. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ചാക്കോയ്ക്കെതിരായി. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും PC ചാക്കോ രാജിവെച്ചിറങ്ങുന്നത്. ദേശീയ നേതൃത്വത്തിനെ രാജിക്കാര്യം അറിയിച്ചു കഴിഞ്ഞു. ശശീന്ദ്രൻ പക്ഷത്തിന് മേൽക്കൈ വന്നതോടെ പകരം അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇനി തോമസ് കെ തോമസിനെ AK ശശീന്ദ്രൻ നിർദ്ദേശിക്കാനാണ് സാധ്യത. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചിയിൽ മരിച്ച കയർ ബോർഡ് ജീവനക്കാരി ജോളി മധു മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനത്തെക്കുറിച്ച് പറയുന്ന ശബ്ദ സന്ദേശവും കത്തും പുറത്ത്. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിനാൽ പ്രതികാര നടപടി നേരിടേണ്ടി വന്നെന്ന് ശബ്ദ സന്ദേശത്തിൽ വെളിപ്പെടുത്തുന്നു. ജോളിയുടെ സംസ്കാരം ഇടപ്പള്ളിയിൽ നടന്നു. ജോളി മധു ഉന്നത ജീവനക്കാരിൽ നിന്ന് നേരിട്ടത് കടുത്ത തൊഴിൽ ചൂഷണമെന്ന് വെളിപ്പെടുത്തുന്നതാണ് ശബ്ദരേഖ. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന് കയർ ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചു. പരാതി നൽകിയപ്പോൾ പ്രതികാര നടപടിയുണ്ടായി. കയർ ബോർഡ് ചെയർമാൻ വിപുൽ ഗോയൽ, മുൻ സെക്രട്ടറി ജിതേന്ദ്ര ശുക്ല എന്നിവർക്കെതിരെയാണ് ഗുരുതര ആരോപണം. അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഈ കള്ളനായ ശുക്ലയ്ക്ക് സെക്രട്ടറിയുടെ ചാർജും കിട്ടി. അവിടെ മിനിസ്ട്രിയിലുള്ള ഒരു വിപുൽ ഗോയൽ എന്ന് പറഞ്ഞ ആൾക്ക് ചെയർമാൻ്റെ ചാർജും കൊടുത്തു. അപ്പം ഈ ശുക്ല കാശ് കൊടുത്ത് വിപുൽ ഗോയലിനെ അയാളുടെ പോക്കറ്റിലാക്കി വെച്ചിരിക്കുക. ഇയാൾ എന്തെഴുതുന്നോ അതുടനെ വിപുൽ ഗോയൽ സൈൻ ചെയ്ത് ഇങ്ങോട്ട് തരും. അപ്പം ശുക്ലയാണ് ഇപ്പം ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ശുക്ലയ്ക്കാണ് എന്നോട് ദേഷ്യവും. അയാൾ കക്കാനായിട്ട് ഒത്തിരി ഫയലുകളിൽ എഴുതിയതെല്ലാം ഞാൻ ഉടക്കി. അതിന്റെ റിവഞ്ചാണ് ഈ തീർക്കുന്നത് മുഴുവനും. ചികിത്സയിലിരിക്കെ ജോളി മധു എഴുതിയ കത്തും പുറത്തുവന്നു. ബോധരഹിതയാകും മുമ്പ് ജോളി എഴുതിയ പൂർത്തിയാക്കാത്ത കത്താണ് പുറത്തുവന്നത്. തൊഴിലിടത്തിൽ മാനസിക പീഡനം നേരിട്ടിട്ടുണ്ടെന്നും ജീവനും ആരോഗ്യത്തിനും ഭീഷണി നേരിടുകയാണെന്നും കത്തിൽ പറയുന്നു. ചെയർമാനോട് സംസാരിക്കാൻ പേടിയാണെന്നും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം ജോളിക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CITUവിന്റെ നേതൃത്വത്തിൽ കയർ ബോർഡിന്റെ കൊച്ചിയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജോളിയുടെ മൃതദേഹം ഇടപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിൽ സംസ്കരിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. പോലീസ് സേനയിൽ ഗൂഗിൾ പേ വഴിയുള്ള ഡിജിറ്റൽ കൈക്കൂലി കടന്നുകൂടിയെന്ന് N ഷംസുദ്ദീൻ MLA. സംസ്ഥാന പോലീസ് സേന പ്രവർത്തനത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി അവതരിപ്പിച്ച അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടയിലാണ് ആരോപണം. അതേസമയം ആരോപണങ്ങൾ ഉന്നയിച്ച് പോലീസ് സേനയുടെ ആത്മവീര്യം കെടുത്താനാണ് പ്രതിപക്ഷ ശ്രമമെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. പാലക്കാട്ട് ഇരട്ടക്കൊലപാതകം ഉൾപ്പെടെ സമീപകാലത്ത് കേരളത്തിലുണ്ടായ പോലീസ് അതിക്രമങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് N ഷംസുദ്ദീൻ അടിയന്തര പ്രമേയം സഭയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. പത്തനംതിട്ടയിൽ വിവാഹ പാർട്ടിക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ നടപടികൾ മന്ദഗതിയിൽ ആണെന്ന് ചൂണ്ടിക്കാണിച്ച് പോലീസ് സേനയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി. സമീപകാലത്ത് കേരളത്തിലുണ്ടായ പോലീസ് അതിക്രമങ്ങൾ വിരൽ ചൂണ്ടുന്നത് പോലീസ് സേനയിലെ നിഷ്ക്രിയതയാണെന്ന്